ആത്മീയതയ്ക്കൊപ്പം മാനവികതയും ചേർത്തുവെച്ച ഇടയൻ. യൂറോപ്പിന് പുറത്തുനിന്നുള്ള ആദ്യ മാർപ്പാപ്പ. ലാറ്റിൻ അമേരിക്കയിലെ അർജന്റീനയിൽ നിന്നുള്ള കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ ആണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പ. ദരിദ്രരുടെ കർദിനാൾ, പാവപ്പെട്ടവരുടെ പടത്തലവൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ. മുൻഗാമികൾ ഉപയോഗിച്ച ചില സൗകര്യങ്ങൾ ആഡംബരമെന്ന് തോന്നി ഉപേക്ഷിച്ചു. മാധ്യമങ്ങളോട് സംസാരിച്ചില്ല, വിമർശകർക്കും മറുപടിയില്ല. ഭക്ഷണം സ്വയം പാകം ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെട്ടു. അനാരോഗ്യമായതോടെ സഞ്ചാരം ചക്രക്കസേരയിൽ. സാൻ ലോറൻസ ഫുട്ബോൾ ക്ലബിന്റെ ആരാധകൻ. സഭാചരിത്രത്തിൽ വിപ്ലവകരമായ തീരുമാനങ്ങളുടെ കാലമായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റേത്. സ്വവർഗാനുരാഗികൾക്കായി സിവിൽ നിയമം വേണം. അവർക്ക് കുടുംബാവകാശമുണ്ട്. സ്വകാര്യ സ്വത്തവകാശം പ്രാഥമികമല്ല. നീതിപൂർവകമായ യുദ്ധമില്ലെന്നും മതത്തിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്നും തുറന്നു പറഞ്ഞു പോപ്പ് ഫ്രാൻസിസ്. കുറ്റബോധത്തോടെയോ മുൻവിധിയോടെയോ അല്ല ആരെയും സമീപിക്കേണ്ടതെന്നായിരുന്നു നിലപാട്. സ്ത്രീകൾക്കു വേണ്ടി, കുടിയേറ്റ തൊഴിലാളികൾക്ക് ന്യായമായ വേതനത്തിനു വേണ്ടി, ആണവ വ്യവസായത്തിനെതിരെ, നീതി നിഷേധത്തിനെതിരെ മാർപ്പാപ്പയുടെ നിലപാടുകൾ പോരാളികൾക്ക് നൽകിയ ഊർജ്ജം ചെറുതല്ല. പുരോഹിതരുടെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ പോപ്പ് ഫ്രാൻസിസിന്റെ നിലപാടുകൾ കർക്കശമായിരുന്നു. ബാലപീഡനങ്ങളെ കൈകാര്യം ചെയ്യാൻ കാനൂനിക നിയമം ഭേദഗതി ചെയ്തു. ബാലലൈംഗിക പീഡനം കുരുതിക്ക് തുല്യമാണെന്നാണ് വിശേഷിപ്പിച്ചത്. പുരോഹിതരുടെ പേരിലുള്ള കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കരുതെന്ന് നിർദ്ദേശിച്ച പാപ്പ രാജ്യത്തെ നിയമ സംവിധാനവുമായി സഹകരിക്കാൻ നിർദ്ദേശിച്ചു. പൗരോഹിത്യമില്ലാതെ വനിതകൾക്കും സഭാ നേതൃത്വത്തിലേക്ക് ഉയരാമെന്ന് സമർത്ഥിക്കാൻ ഒരു വനിതയെ പ്രീഫെക്റ്റായി നിയോഗിച്ചതും അദ്ദേഹമാണ്. പെസഹ വ്യാഴാഴ്ച സ്ത്രീകളുടെയും കാൽ കഴുകാമെന്ന വിപ്ലവകരമായ തീരുമാനവും പോപ്പ് ഫ്രാൻസിസിന്റേതായിരുന്നു. അധികാരമെന്നാൽ കേൾക്കാൻ പഠിക്കലാണെന്ന് നിർവചിച്ച പാപ്പ സംസാരത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ നിലപാടുകളെ ഫ്രാൻസിസ് പാപ്പ തള്ളിയിരുന്നു. മഹാവിസ്ഫോടനം വഴി പ്രപഞ്ചം രൂപപ്പെട്ടുവെന്ന് ശാസ്ത്രം പറയുമ്പോൾ ദൈവം 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്നാണ് ബൈബിൾ രേഖ. ആദ്യമായി ഗൾഫ് രാജ്യം സന്ദർശിച്ച മാർപ്പാപ്പയും മറ്റാരുമല്ല. അധികാരം സേവനത്തിന് വേണ്ടിയാകണമെന്ന് കരുതിയ മാർപ്പാപ്പയാണ് കടന്നു പോകുന്നത്. ദൈവത്തിന് ഒരു പേരുണ്ടെങ്കിൽ അത് കാരുണ്യം എന്നാണെന്ന് വിശ്വസിച്ച, ഇരുട്ട് നിറഞ്ഞ ലോകത്ത് ഓരോരുത്തരും പ്രതീക്ഷയുടെ വെളിച്ചമാകണമെന്ന് ആഹ്വാനം ചെയ്ത ഇടയ ശ്രേഷ്ഠൻ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.